ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പത്തില തോരൻ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു മത്തൻ ഇവിടെ ഉണ്ടായി കിടക്കുന്നത്. ഇതിലും വലുതൊരെണ്ണം ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ പറിച്ചെടുത്തു. ഇപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് ഞാൻ പറിക്കുന്നത് പത്തിലകളിൽ മത്തൻ്റെ ഇലകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇളം ഇലകൾ നോക്കി നമുക്ക് പറിച്ചെടുക്കാം. ഉണ്ടോ, ഇവിടെയൊക്കെ കുറച്ച് മൂപ്പെത്താത്ത ഇലകളുണ്ട്. ഇവിടെയും ഒരു ചെറിയ മത്തങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇലകൾ ഞാൻ പറിച്ചെടുക്കട്ടെ. അധികം മൂപ്പെത്താത്ത ഇലകളാണ് ഞാനിവിടെ പറിച്ചെടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, അധികം മൂപ്പാവാത്തതാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് മത്തങ്ങ ഇവിടെ ഉണ്ടായി കിടക്കണുണ്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇലകൾ തപ്പിപ്പോകാം. അടുത്തതായിട്ട് ഞാൻ പറിക്കുന്നത് കുറച്ച് പൊന്നാങ്കണ്ണി ചീരയാണ്. ഈ ചീര കണ്ടോ, ഞാൻ ചട്ടികളിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ പൊന്നാങ്കണ്ണി ചീര ഇങ്ങനെ വളർന്ന് വലുതായി താഴേക്ക് വളരും. അപ്പോൾ നിലത്ത് മുട്ടിക്കിടക്കും, മണ്ണാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചട്ടിയിൽ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെയും ഒരു ചീരയുണ്ട്. അതിൽ നിറയെ ഇലകൾ ഉണ്ട്. അപ്പോൾ ഇനി ഞാനിത് കുറച്ച് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ പൊന്നാങ്കണ്ണി ചീരയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പൊന്നാങ്കണ്ണി ചീര എളുപ്പത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഒരു ചെറിയ കമ്പ് കിട്ടിയാൽ മതി, അത് നട്ടുപിടിപ്പിക്കാൻ എളുപ്പമാണ്. ചട്ടിയിൽ തന്നെ നട്ടുപിടിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം അത് പടർന്ന് ഇങ്ങനെ നിലത്തേക്കൊക്കെ ചാടിപ്പോവും. അപ്പോൾ നമുക്ക് മണ്ണൊന്നും ആകാതെ കിട്ടാനായിട്ട് നല്ലത് ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുന്നതാണ്. പിന്നെ ഈ പൊന്നാങ്കണ്ണി ചീര പഴയ കാലത്തുള്ള തട്ടാന്മാർ, അതായത് തട്ടാന്മാരെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ലായിരിക്കും. തട്ടാന്മാരെന്ന് പറഞ്ഞാൽ സ്വർണ്ണപ്പണിക്കാർ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് ഊറ്റി കുടിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. കണ്ണിന് ബ്രൈറ്റ്നസ് കിട്ടാൻ, തിളക്കം കിട്ടാനായിട്ട്, കണ്ണിന് കാഴ്ച കൂടുതൽ കിട്ടുവാനായിട്ടാണ് അങ്ങനെ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് അടുത്ത ഇലയിടം പറിക്കാനായിട്ട് പോകാം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് പറിക്കുന്നത് ഈ വള്ളിച്ചീരയാണ് കേട്ടോ. ഈ വള്ളിച്ചീര ഇവിടെ ഇപ്പോൾ കുറ്റിയായി നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് തണ്ടുകൾ നമുക്ക് പറിച്ചെടുക്കാം. ഈ വള്ളിച്ചീര റെഡ് കളറിലുണ്ട്, പിന്നെ ഗ്രീൻ കളറിലുണ്ട്. അപ്പോൾ ഇതും നല്ലതാണ് കറിക്ക്. ഇത് സാമ്പാറിലൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല ഒരു ചീരയാണ് കേട്ടോ. പിന്നെ ഇതുകൊണ്ട് വട ഉണ്ടാക്കും. വട ഇത് ഇല മുക്കി മാവിൽ മുക്കി പൊരിക്കുന്ന ഒരു ഇതുണ്ട്, പലഹാരം. അങ്ങനെ ഉണ്ടാക്കാനും ഇത് നല്ലതാണ്. അപ്പം ഞാൻ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കുറച്ച് മൾബറിയുടെ ഇലയാണ് കേട്ടോ പറിക്കുന്നത്. ഈ മൾബറി ഇല ഇങ്ങനെ നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല കൂമ്പിലകൾ നമുക്ക് കറി വയ്ക്കാനായിട്ട് കിട്ടും. വെട്ടി നിർത്തിയാൽ തന്നെയാണ് ഇതിൽ കായ്കളും പിടിക്കുകയുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, കായകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. വെട്ടി നിർത്തിയാൽ മാത്രമേ ഇതിൽ കായകൾ ഉണ്ടാവുള്ളൂ മൾബറി ചെടിയിൽ. അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് ഇലകൾ പറിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് മൾബറിയുടെ കൂമ്പ് ഇലകളാണ് കേട്ടോ പറിച്ചെടുത്തിരിക്കുന്നത്. അധികം മൂക്കാത്ത ഇലകൾ നോക്കി പറിച്ചെടുത്തിട്ടുണ്ട്. ഈ മൾബറിയുടെ ഇല തന്നെ നമുക്ക് തോരൻ വയ്ക്കാനും നല്ലതാണ് കേട്ടോ. നല്ല പ്രോട്ടീൻ ഉള്ള ഒരു ഇലയാണ് മൾബറി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇല ഏതാണെന്ന് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഓറഞ്ച് കിടക്കുന്ന ചൈനീസ് ഓറഞ്ചാണ് കേട്ടോ. കുറേ വീണ് പോയിട്ടുണ്ട്.
അപ്പോൾ ഇതിലെപ്പോഴും ഇങ്ങനെ ഈ ഓറഞ്ച് ഉണ്ടാവണം കേട്ടോ. ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഓറഞ്ച് മരം, ചൈനീസ് ഓറഞ്ച്. ഇതൊന്ന് വെട്ടി നിർത്താം എന്ന് വിചാരിച്ചാൽ എപ്പോഴും തന്നെ ഇതിൽ കായ്കളുണ്ടായിട്ടുണ്ടാവും. ഉണ്ടോ, ചെറിയ ചെറിയ കായ്കളുണ്ട്, പിന്നെ പഴുത്ത് കിടക്കുന്ന കായ്കളുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ ഒന്ന് പറിച്ചെടുക്കാനുണ്ട്. അതിനി പിന്നെ പറിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചീര കേട്ടോ. ഇത് ഡയബറ്റിക് ചീര അല്ലെങ്കിൽ വേലിച്ചീര എന്നൊക്കെ പറയുന്ന ഒരു തരം ചീരയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു വേപ്പും കൂടെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് ഇലകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഡയബറ്റിക് ചീരയും ഞാൻ കട്ട് ചെയ്തെടുത്തു. കൂടെ കുറച്ച് വേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചീര കട്ട് ചെയ്യാനായിട്ട് പോകാം. അടുത്തതായിട്ട് കുറച്ച് പയറിൻ്റെ ഇലകൾ നമുക്ക് പറിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് പയറിൻ്റെ ഇലകളും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കോവലിൻ്റെ ഇലകൾ പറിച്ചെടുക്കണം. വേണ്ട, കോവയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ, നിരനിരയായിട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇളം ഇലകൾ നോക്കിയിട്ട് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം. ഇത് ഒരു തരം ചെറിയ കോവയ്ക്കാണ് കേട്ടോ. പിന്നെ വേറെ ഒരു കോവലുണ്ട് ഇവിടെ, നീളമുള്ള തരം. അടുത്ത ചീര നമ്മുടെ ചേമ്പിൻ ചീരയാണ് കേട്ടോ. ഈ ചേമ്പിൻ ചീര ഞാൻ ഇങ്ങനെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീരയും കാട്ടിലുണ്ടാകുന്ന ചേമ്പും തമ്മിൽ എനിക്ക് മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് ഇതിനെ വെച്ചിരിക്കുന്നത്. ഇതിന് ചേമ്പിൻ ചീര എന്നാണ് പറയുന്നത്. ഇത് തനിയെ നമുക്ക് തോരനുണ്ടാക്കുന്നതിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇലകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചേമ്പിൻ ചീരയും ഞാൻ കട്ട് ചെയ്ത് എടുത്തു. ഇവിടെ അങ്ങനെ മുരിങ്ങയില നിൽക്കുന്നുണ്ട്, പക്ഷേ അത് ഞാൻ പറിച്ചെടുക്കുന്നില്ല. സാധാരണ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കറി വയ്ക്കില്ല എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എന്തോ കനപ്പ് കൂടും അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് സാമ്പാർ ചീരയും നമുക്ക് കിട്ടി. ഇനി അടുത്ത ചീര എന്താണെന്ന് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ പച്ച ചീര കുറച്ച് പറിച്ചെടുക്കാം. അതെ, പോകുന്ന വഴി ഇവിടെ ഒരു മത്തൻ അങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. മത്തൻ പന്തലിൽ കയറിയാണ് ഉണ്ടായി കിടക്കുന്നത്. മത്തൻ്റെ ഇല നമ്മൾ എടുത്തിരുന്നു. ഇനി കുറച്ച് കുമ്പളത്തിൻ്റെ ഇല കിട്ടുമോ നോക്കട്ടെ കേട്ടോ. ഇതുണ്ട്, ഇവിടെ ഒരു കുമ്പളം പടർന്ന് കിടപ്പുണ്ട്. ഇതിൽ കുറേ കുമ്പളങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഉണ്ടായതൊക്കെ വലുതായിരുന്നു, ഇപ്പോൾ ഒക്കെ ചെറുതായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇല ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കുമ്പളത്തിൻ്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ ഈ ചേമ്പിൻ്റെ ഇല എടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ചേമ്പിൻ്റെ ഇല ഇപ്പോൾ എടുക്കുന്നില്ല. ചേമ്പിൻ്റെ ഇല ഇവിടെ ധാരാളം നിൽക്കുന്നുണ്ട്. നമുക്കല്ലാതെ തന്നെ 10 ഇലകൾ തികയൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ 10 ഇല തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പറിച്ച ഇലകളാണ് കേട്ടോ ഇതൊക്കെ.
അപ്പോൾ ഇത് പയറിൻ്റെ ഇല, ഇത് സാധാരണ ചീരയില, ഇത് ഡയബറ്റിക് ചീര അല്ലെങ്കിൽ വേലിച്ചീര എന്ന് പറയുന്ന ചീരയാണ്. അടുത്തത് കോവലത്തിൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ ഇത് കുമ്പളത്തിൻ്റെ ഇലയാണ്. അടുത്തതാണ് മത്തൻ്റെ ഇല. മത്തനില, ഇത് സാമ്പാർ ചീര, അടുത്തത് വള്ളിച്ചീര, പിന്നെ അടുത്തതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. അടുത്തത് മൾബറിയുടെ ഇലയാണ് കേട്ടോ. മൾബറിയുടെ കുരുന്ന ഇലകളാണ് പറിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് ചേമ്പിൻ ചീര. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 തരം ഇലകളായിട്ടോ. 10 ഇല പറിക്കാനാണ് ഞാൻ പോയത്, പക്ഷേ 11 തരം ഇലകളായി. അത് കുഴപ്പമില്ല, നമുക്ക് 11 ഇല ആയാലും കുഴപ്പമില്ല, 10 ആയാലും കുഴപ്പമില്ല, 8 ആയാലും കുഴപ്പമില്ല. നമുക്ക് കിട്ടുന്ന ഇലകൾ കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. പല നാട്ടിലും പലതരം ഇലകളാണ് ഇത്തരം കറികൾക്ക് എടുക്കുന്നത്. ചില നാടുകളിലൊക്കെ വേറെയും ഇലകളുണ്ടാകാം, വേറെയും ചീരകൾ ഇനങ്ങൾ ഉണ്ടാകുമായിരിക്കും. ചിലരൊക്കെ ചേമ്പില, പിന്നെ ചേനയില, പിന്നെ കൊടിത്തൂവ എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ നമുക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ ചൊറിയുന്ന ഒരു തരം ഇലയുണ്ടല്ലോ, അതൊക്കെ കറികൾക്ക് ഉപയോഗിക്കുന്നതായിട്ടറിയാം. പത്തില തോരനുള്ള ഇലകളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, 6 പച്ചമുളക്, കുറച്ച് വേപ്പില, ഒരു തേങ്ങയാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. തേങ്ങ ഈ കറിക്ക് കുറഞ്ഞു പോയാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് ഈ തേങ്ങയും പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില എല്ലാം കൂടെ ഒന്ന് മിക്സിയിലെ ബൗളിലിട്ട് ഒന്ന് തേങ്ങ ഒതുക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഇലക്കറിയിലേക്ക് തേങ്ങ ഒതുക്കിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മൺചട്ടിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉഴുന്നാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉഴുന്നും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇലകളും തേങ്ങയും ഒക്കെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ ഇലകളൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഇത്തരം ഇലത്തോരൻ ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. 10 ഇലകൾ ഇല്ലെങ്കിലും 3 4 ഇലകൾ കൂട്ടി ഒരുമിച്ച് തോരൻ ഉണ്ടാക്കും. നമ്മുടെ ഇല ചെറുതായി ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ കറിയിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മുടെ ഈ പത്തിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ നമ്മുടെ ചീര വെക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് വേവില്ല കേട്ടോ, കുറച്ച് വേവുണ്ട് ഇതിന്. അപ്പോൾ ഇതൊരല്പം എടുത്ത് നോക്കട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ പത്തിലത്തോരൻ. നല്ല സ്വാദിഷ്ടമായ ഒരു തോരനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ പറയും ഇത് പുല്ലല്ലേ അമ്മ, പുല്ല് എന്ന് പറയും. ഇത് പുല്ലും ഇലയൊക്കെയാണ്, പക്ഷെ ഇത് നല്ല ഗുണമുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി നോക്കണം. കർക്കിടകം കഴിഞ്ഞാലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും ഒക്കെ ഇരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.